ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരജ് സർ. വെരി ഗുഡ് മോർണിംഗ്. സർ, നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും സമാനമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണുള്ളത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ടേക്ക് ഓവർ സ്റ്റാറ്റ പരിശോധിക്കുകയാണെങ്കിലും ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു US-ൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ആയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് നേരിട്ടപ്പോൾ ഡോ ജോൺസിലേക്ക് കടക്കുകയാണെങ്കിൽ പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ ജോൺസ് സൂചികയ്ക്ക് സാധിച്ചു. ഇതിപ്പോൾ നാസ്ഡാക്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു റാലിക്ക് ശേഷം ഇതിപ്പോൾ രണ്ടാം ദിവസമാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു ഇടിവ് നേരിടുന്നതായിട്ടും കാണാൻ സാധിക്കുക. ഡൊമസ്റ്റിക്കലി ഉള്ള വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്ത, ഇന്ത്യയുടെ ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ അഥവാ CPI കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഒരു നിരക്കിൽ 0.25% എന്ന് പറയുന്ന ഒരു നിരക്കിലായിരുന്നു ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എസ്റ്റിമേറ്റുകൾക്കൊക്കെ തന്നെ വളരെ താഴെയുള്ള ഒരു നിരക്കിൽ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് GST റേറ്റ് കട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബേസ് എഫക്ട്സ് ഒക്കെ തന്നെ ഈ ഒരു GST റേറ്റ് കട്ട് ക്രിയേറ്റ് ചെയ്തു. കൂടാതെ ഫുഡ് ഇൻഫ്ലേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.28% ഒരു ഡീഗ്രോത്ത് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. അത് എക്സീഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 5% ഒരു ഡീഗ്രോത്തിലേക്ക് റീറ്റെയിൽ ഇൻഫ്ലേഷനും മാറുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിച്ചത്. സാർ, നിലവിലെ ടേക്ക് ഓവേഴ്സ് ഡാറ്റയും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഒരു ട്രേഡ് സെറ്റപ്പിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ഓവർവ്യൂ എന്താണ്? നിഖിലിനും വ്യൂവേഴ്സിനും ഹാപ്പി മോർണിംഗ്. നിഖിൽ, ഇതിനകത്തെ നമ്മൾ വി ആർ വേക്കിംഗ് അപ്പ് ടു ദ ഫാക്ട് ദാറ്റ് അത് മീൻ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഒന്നെന്ന് പറയുന്നതിൽ US-ൻ്റെ ഷട്ട് ഡൗൺ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. 2, ഇന്ത്യൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അതെ CPI ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 0.25% ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അതായത് സെപ്റ്റംബറിൽ 1.44% ആയിരുന്ന സ്ഥലത്താണ് അത് നേരെ കുത്തനെ താഴേക്ക് പോയിട്ട് 0.25% ആയി എന്നുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ബേസിക്കലി ഒരു ഫേവറബിൾ ആയിട്ടുള്ള ബേസ് എഫക്റ്റ് ആയിരുന്നു. ആ ബേസ് എഫക്റ്റിൻ്റെ മുകളിൽ വന്ന കാരണം തന്നെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു ഇൻഫ്ലേഷൻ വലിയൊരു എന്താ പറയുക, അലാമിംഗ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ അലാമിംഗ് ഓൺ ദ ഡൗൺ സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അലാമിംഗ് ഓൺ ദ അപ്പർ സൈഡ് എന്ന് പറയാൻ പറ്റില്ല. 0.25 എന്ന് പറയുന്ന ഫിഗർ അതാണ് എന്നുള്ള കാര്യം. RBIയുടെ ആ ഒരു മാൻഡേറ്റഡ് റേഞ്ച് എന്ന് പറയുന്നത് 4%. അത് വെച്ച് നോക്കുമ്പോൾ 0.25 എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണം ഈ പറഞ്ഞ ഹയർ ബേസ് എഫക്റ്റ്. രണ്ടാമത്തെ കാരണം GST കട്ടും കൂടെ വന്ന ഒരു ക്വാർട്ടർ, ആ ഒരു മാസം കൂടി ആയതുകൊണ്ട് ഒരു എക്സെപ്ഷണൽ ക്വാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാര്യം ഇത് അൺയൂഷ്വൽ ആയിട്ടുള്ള ക്വാർട്ടറാണ്. അതായത് ബേസ് എഫക്റ്റ് സാധാരണ വരാറുള്ള ഒരു നിത്യ സംഭവമാണെങ്കിൽ പോലും ഈ GST റേറ്റ് കട്ട് ഭയങ്കര രീതിയിൽ വന്നൊരു ക്വാർട്ടർ. അതിനനുസരിച്ച് സാധനങ്ങൾ വിറ്റുപോയിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയിൽ വേണം ഈ ഇൻഫ്ലേഷനെ കാണാൻ. ബട്ട് ഒരു കാര്യം കൂടി, ഈ 0.25 എന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടീഷനിലായിരുന്നെങ്കിൽ, ഈ GST റേറ്റ് കട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി നമുക്ക് സന്തോഷം തരാത്ത ന്യൂസാണ്. കാരണം ഇൻഫ്ലേഷൻ താഴെ പോവുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ പോലും 4% നിന്ന് വളരെ താഴോട്ട് 0.25 വരിക എന്ന് പറയുന്നത് ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഞാൻ അതിൻ്റെ എന്താണ് എഫക്റ്റ് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ബട്ട് എന്തുകൊണ്ടോ ഈ ഒരു മാസത്തിനെ നമുക്ക് അധികം വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം GSTയുടെ ഒരു റാഷണലൈസേഷനും കൂടെ വന്ന് ഒരു എന്താ പറയുക മന്ത് ആയതുകൊണ്ട്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അലാമിംഗ് സിറ്റുവേഷനായിട്ട് മാറിയേക്കാം എന്നുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എന്താ വെച്ചാൽ പറയാം. പിന്നെ വേറൊരു വശത്തിൽ, അതായത് ഒരു വശം ഞാൻ പറഞ്ഞു, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ഡബിൾ എഡ്ജ് സ്വേർഡാണ്. ഈ പറയുന്ന പോലെ ഒരു നല്ലതാണോ ചീത്തയാണെന്നുള്ളത് ഏത് ആംഗിളിൽ കൂടെ കാണുന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് എലക്ഷൻ റിസൾട്ട്സ് ആണ്. നാളെ രാവിലത്തോടു കൂടി നമുക്ക് എലക്ഷൻ റിസൾട്ട്സ് എന്താണ് എന്നുള്ള കാര്യം അറിയാം. നമ്മൾ ഇന്നലെ പ്രോഗ്രാം, അതായത് ഓപ്പണിംഗ് അവേഴ്സ് നടത്തുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, ഭേദപ്പെട്ട ഒരുപാട് എക്സിറ്റ് പോൾസ് വന്നെങ്കിൽ പോലും ഒരു എക്സിറ്റ് പോൾസ്, അതായത് ക്രെഡിബിലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു 80 എക്സിറ്റ് പോൾ നടത്തിയതിൽ 72 74 എനിക്ക് തോന്നുന്നു 73 എക്സിറ്റ് പോൾ എങ്ങാണ്ട് കറക്റ്റായിട്ട് നടത്തുകയും വെറും 7 സ്ഥലത്ത് മാത്രം തെറ്റിപ്പോയതുമായിട്ടുള്ള ആക്സിസ് മൈ ഇന്ത്യ, അതായത് പ്രദീപ് ഗുപ്തയുടെ ഒരു ഒപ്പീനിയൻ പോളിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം പല ചാനലുകളിലും എക്സിറ്റ് പോൾസിൻ്റെ അവരുടെ പ്രഡിക്ഷൻസ് അവർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി എന്നുള്ള. അപ്പോൾ ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സെഫോളജി കമ്പനി ഉണ്ടല്ലോ, അവർ എക്സിറ്റ് പോൾ, ആ പോൾസ്റ്റർ, അവർ ഈ 80
എണ്ണം പ്രെഡിക്റ്റ് ചെയ്തതിൽ 73 74 കറക്റ്റ് ആയിരുന്നു, ബാക്കി തെറ്റിപ്പോയി എന്ന് പറയുന്നതിൽ പലപ്പോഴും തെറ്റിയത് ഒരു ബീഹാർ ആയിരുന്നു എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ അതിനകത്ത് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ ബീഹാർ എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല. കാര്യം വെച്ചാൽ ഒരു രാഷ്ട്രീയപരമായിട്ട് ഇതിനെ പറയുകയാണെന്ന് വിശ്വസിക്കരുത്. കാര്യം ബട്ട് ഇലക്ഷൻ റിസൾട്ടുകളെ തീർച്ചയായും മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി അതൊരു സാധാരണ ഇലക്ഷൻ, ഒരു അസംബ്ലി ഇലക്ഷൻ ആണെങ്കിൽ പോലും എന്താ പറയുക, മാർക്കറ്റിനെ, സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ബീഹാർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതിൽ ബീഹാറിൽ ഒരു എന്താ പറയുക, ഒരു ഇലക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി, അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ തിരിച്ച് ഇലക്ട് ചെയ്തു വരിക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ അവിടെ ഈ പറയുന്ന പോലെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ, പല ഇലക്ഷനും എൻ്റെ 25-30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് തെറ്റുകൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഒരുപാട് ട്രേഡ് ചെയ്ത് F&O ഒക്കെ ഫ്യൂച്ചേഴ്സൊക്കെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ഒരുപാട് പൈസ പോയ ചരിത്രം ഇപ്പം മാർക്കറ്റിൽ 20-25 കൊല്ലം 30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആരോട് ചോദിച്ചാലും എല്ലാവരും ഇപ്പം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സാണ്. ആ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടായി എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മളെ ലോങ് ടേം ഇൻവെസ്റ്റർ ആക്കും. അതായത് നമ്മൾ ആദ്യം തുടങ്ങുന്നത് എന്താ, നമ്മുടെ ചെറുപ്പമാണ്, അന്നത്തെ കാലം ചെറിയ പൈസ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് സ്പെക്കുലേറ്റ് ചെയ്യുക. അന്നത്തെ കാലത്തൊക്കെ ഈ നോക്കിയ ഫോൺസൊക്കെ ആയിരുന്നു. ഇപ്പം ഞാനൊക്കെ 2004-05 ട്രേഡ് ചെയ്യാൻ നേരത്തൊക്കെ നോക്കിയ ഫോൺസിൻ്റെ പുതിയ പുതിയ മോഡൽ മേടിക്കുക. ഇന്ന് നമ്മുടെ ആപ്പിൾ iPhone 17 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഈ പറയുന്ന പോലെ ഫ്ലിപ്പ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്നത്തെ പോപ്പുലാരിറ്റി നോക്കിയയുടെ പുതിയ പുതിയ മോഡൽ വാങ്ങിക്കുക എന്നുള്ള. 2004 ഇലക്ഷനൊക്കെ ട്രേഡ് ചെയ്തിട്ട് കൈ പോയി പൊള്ളിപ്പോയതായിട്ടുള്ള ചരിത്രം നമുക്ക് ഇന്നും മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും, എനിക്ക് പരിചയമുള്ളവരും, എൻ്റെ കൂടെ ഇന്ന് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനീസ് നടത്തുന്ന ഫ്രണ്ട്സും, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മാനേജറും, ബ്രോക്കിംഗ് കമ്പനിയുടെ ഹെഡ്സും ഒക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക പൈസ നഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇലക്ഷൻ വരുമ്പോൾ നമ്മളെന്നും ഒരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് എന്താ, പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടില്ല, പൈസ സേവ് ചെയ്യണം എന്നുള്ള. അപ്പം നാളത്തെ ഇലക്ഷൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഈ പ്രദീപ് ഗുപ്ത അല്ലെങ്കിൽ മറ്റുള്ള എക്സിറ്റ് പോൾ നടത്തുന്ന പോൾസ്റ്റേഴ്സിൻ്റെ വർത്തമാനം വെച്ചിട്ട് സാധാരണ ഈ ഇപ്പോൾ നാളത്തെ ഒരു ദിവസത്തെ പ്രത്യേകത വരാമെന്ന് വെച്ചാൽ നല്ല ടൈറ്റ്, അതായത് പ്രദീപ് ഗുപ്തയുടെ ഇന്നലത്തെ ആക്സിസ് മൈ ഇന്ത്യയുടെ റിസൾട്ട്സ് വന്നിരിക്കുന്നത് വെച്ചാൽ ഭരണ തുടർച്ചയാണ് എന്നവർ പറയുമ്പോൾ പോലും ആ ഒരു ക്ലോസ് ഫൈറ്റാണ് കാണുന്നത്. വളരെ ക്ലോസ് ഫൈറ്റാണ് ബീഹാറിൽ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർ ഒരു ദിവസം കൂടെ എക്സ്ട്രാ എടുത്തു വെച്ചിട്ടാണ് ഈ പോൾ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ രാവിലെ മുതൽ, എനിക്കറിയില്ല, ഞാൻ തെറ്റിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വയലൻസ് വന്നേക്കാം. ഇപ്പം നിങ്ങൾ പൊസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. എടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയാൻ അറിയില്ല. കാര്യം ഞാൻ പറയുന്നത് ചിലപ്പോൾ 100% തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അനുഭവം കൊണ്ട് പറയുകയാണ്, നാളെ അങ്ങനെ വന്നേക്കാം. പ്രത്യേകിച്ച് ഈ ഞാൻ മനസ്സിലാക്കിയത്, എനിക്കും ഈ സെഫോളജി, അതായത് ഈ ഇലക്ഷൻ്റെ ഈ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ജൻ സ്വരാജ് എന്ന് പറഞ്ഞ് പ്രശാന്ത് കിഷോറിൻ്റെ മൂന്നാമതൊരു പാർട്ടി, ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത്, റണ്ണപ്പ് ടു ദ ഇലക്ഷൻ വിചാരിച്ചിരുന്നത് ദാറ്റ് വിൽ ബി ഫേവറബിൾ ഫോർ ദ ഭരണപക്ഷം, അതായത് ഒപ്പോസിഷൻ്റെ വോട്ട് കട്ട് ചെയ്ത് പോകും എന്നാണ് നമ്മൾ വിചാരിച്ച കാര്യം. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയുണ്ട്, അത് കൂടാതെ തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒപ്പോസിഷൻ, ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി വീക്കാണ് എന്നുള്ള രീതിയിലാണ്. ബട്ട് ഇന്നലെ പ്രദീപ് ഗുപ്തയുടെയും പല പോൾസ്റ്റേഴ്സിൻ്റെയും നമുക്ക് ഔട്ട്കം വന്നേക്കണമെന്ന് വെച്ചാൽ, അവർ ദ മോർ ദേ പോൾ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഭരണപക്ഷം എന്നുള്ള രീതിയിലേക്ക് വന്നേക്കണം. ഇത് സത്യമാണോ എന്നറിയില്ല, അവരുടെ ഒരു നിഗമനമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ എന്നുള്ള, നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഒരു സ്ഥലത്തോട്ടും ചായ്വില്ല, ഭരണപക്ഷത്തിനോടോ പ്രതിപക്ഷത്തിനോ ഇല്ല. നമ്മൾ നമ്മുടെ പൈസയും സ്റ്റോക്ക് മാർക്കറ്റും മാത്രമേ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നു എന്നുള്ള. പക്ഷേ അനുഭവം കൊണ്ടും 30 കൊല്ലത്തെ എക്സ്പീരിയൻസും കൊണ്ടും എനിക്ക് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ആദി കയറി വരും എന്ന് പറഞ്ഞ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഞാൻ വിൽക്കുന്നൊന്നുമില്ല. ഞാൻ ലോങ് ടേം ഇൻവെസ്റ്ററാണ്. പക്ഷേ ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ഒന്നാമത് നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും ചോദിച്ചാൽ, അതൊരു വിരലിലുണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ ഏറ്റവും ആ ഒരു പൈസയുടെ ആ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൈമോസ് ഫാക്ടർ ആയതുകൊണ്ട് ഞാൻ സമയമെടുത്ത് പറഞ്ഞു തന്നു. ഇത് പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ കാണുക വേണ്ടരുത്. ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ് പ്ലെയർ എന്ന രീതിയിൽ, ഒരു ഫെല്ലോ മാർക്കറ്റ് പ്ലെയർ എന്ന രീതിയിൽ, നിങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത് എന്ന രീതിയിലും ഇത് അഡ്വൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇലക്ഷൻ വരും, റിസൾട്ടാണ്, ജയിച്ചു ജയിച്ചില്ല എന്നൊക്കെ പറയാം. ഞാനിത് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഒന്ന് കെയർഫുൾ ആയിട്ട് വരിക. മാർക്കറ്റ് വീഴുന്നോ കയറുന്നോ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ജസ്റ്റ് ടേക്ക് ദ മാർക്കറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇതാണ് എനിക്കൊന്ന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയാനുണ്ട്. ക്ഷമിക്കണം.
ചെറിയൊരു കോൾഡ് ഉണ്ട് എനിക്കില്ല, അതുകൊണ്ടാണ് പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കുക എന്നുള്ള. നമുക്കിനി ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ S&P 500 ഏതാണ്ട് 0.06% അപ്പായിരുന്നു. നാസ്ഡാക്ക് -0.26% ആണ്. അതായത് ഈ മാക്സ് 7 സ്റ്റോക്സ് ഒന്ന് അണ്ടർ പെർഫോം ചെയ്യുകയാണ് എന്നുള്ളതാണ്. ബട്ട് ഡൗ ജോൺസ് ഏതാണ്ട് 0.68% അപ്പാണ്. ഇന്നലെ നമ്മൾ AMD അഡ്വാൻസ് മൈക്രോ ഡിവൈസസിൻ്റെ എനിക്ക് തോന്നുന്നു അവരുടെ CEO പറഞ്ഞത് അവരുടെ റവന്യൂസ് ഏതാണ്ട് 3-5 കൊല്ലം 35% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് വരും. അപ്പോൾ US പോലെയുള്ള മെച്യൂർ മാർക്കറ്റിൽ മെച്യൂർ ആയിട്ടുള്ള ലാർജ് കമ്പനി 35% ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു സ്മോൾ ക്യാപ്പ് പോലും അത്രയ്ക്ക് രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. 35% ഇത്രയും സ്ട്രോങ് സ്റ്റെബിലിറ്റി ഉള്ള ബാലൻസ് ഷീറ്റ് ഉള്ള ഒരു കമ്പനി 35% ഗ്രോ ചെയ്യും എന്ന് മാനേജ്മെന്റ് CEO ഗൈഡ് ചെയ്ത കാരണം ഇന്നലെ AMDയുടെ സ്റ്റോക്ക് 7.5% അപ്പായിരുന്നു എന്നുള്ള. എന്നാൽ ഈ AI മാക്സ് 7 സ്റ്റോക്സുകൾ ചെറുതായിട്ട് ഡൗൺ ആയിരുന്നു. നാസ്ഡാക്കിൽ നമ്മൾ പറഞ്ഞല്ലോ. ഇന്നലെ നാസ്ഡാക്കിൽ എനിക്ക് തോന്നുന്നു നാസ്ഡാക്ക് അല്ല, നമുക്ക് മാറ്റി വെക്കാം, S&P 500 നോക്കാം. ഈ S&P 500 ഇന്നലെ 0.06% അപ്പായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ NVIDIAയുടെ സ്റ്റോക്ക് 2% ഡൗൺ ആയിരുന്നു. ഇത് സാധാരണ ഈ 2025 കലണ്ടർ ഇയറിൽ 4 പ്രാവശ്യം സംഭവിച്ചു. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് S&P 500 അപ്പാവുകയും NVIDIA ഡൗൺ ആവുകയും ചെയ്യുന്നത് 4th ഇൻസ്റ്റൻസ് ഇൻ ദ ഇയർ 2025 ആണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ S&P 500-നെയും നാസ്ഡാക്കിനെയും എന്നും മുന്നോട്ട് വലിച്ചിരുന്ന സ്റ്റോക്കായിരുന്നു NVIDIA എന്ന്. അപ്പോൾ NVIDIA കയറുമ്പോഴാണ് ഈ S&P 500-ഉം നാസ്ഡാക്കും ഒക്കെ പെർഫോം ചെയ്യുന്നത്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ ഒരു ഡൈവേർജൻസ് ഒബ്സർവ് ചെയ്തുള്ളൂ. ആൻഡ് ദാറ്റ് വാസ് യെസ്റ്റർഡേ. അത് 4th ടൈം ഇൻ 2025 എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. പിന്നെ സിസ്കോ ഏതാണ്ട് ഇന്നലെ 4% അപ്പായിരുന്നു. എന്നാൽ മാക്സ് 7 സ്റ്റോക്സ് വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല ഇൻഡിസസിനെ അപേക്ഷിച്ച്. നാസ്ഡാക്കിനെ അപേക്ഷിച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ പെർഫോമർ ആയിരുന്നു എന്നുള്ള. ട്രഷറി ഈൽഡ് നമുക്ക് നോക്കാം. അതായത് ഗവൺമെൻറ് ഷട്ട് ഡൗണിൻ്റെ ഒരു ന്യൂസ് വന്നോടുകൂടി, അതായത് ഗവൺമെൻറ് ഷട്ട് ഡൗണിൻ്റെ ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ, അതായത് ഷട്ട് ഡൗൺ മാറുന്നു എന്നുള്ളൊരു ന്യൂസ് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ട്രഷറി ഈൽഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പായി. US 10-year ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ 4.08% ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഷട്ട് ഡൗണിൻ്റെ ആ ഇഷ്യൂസൊക്കെ മാറിയപ്പോഴത്തേക്കും ബോണ്ട് മാർക്കറ്റ് ഒന്ന് കൂൾ ഓഫ് ചെയ്തു എന്നുള്ള നിഗമനമാണ് നമുക്ക് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിൽ നിന്ന് കിട്ടുന്നത്. ഓയിൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3.8% അല്ലെ 4.84% തന്നെ ഓയിൽ പ്രൈസസ് ഡൗൺ ആയിരുന്നു. അതായത് ബ്രന്റ് ക്രൂഡ് എന്ന് പറയുന്ന ഏതാണ്ട് $63 അതിൻ്റെ ചുറ്റുവട്ടം 63 പെർ ബാരലിൻ്റെ ചുറ്റുവട്ടം നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പേ OPEC പറഞ്ഞല്ലോ, OPEC ഈ അടുത്ത കാലത്ത് ഒരുപാട് സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഓയിൽ മാർക്കറ്റിലേക്ക് തള്ളിവിടുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു 2026 ഞങ്ങൾ അധികം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഇല്ല, എത്രയാണോ ഡിമാൻഡ് അത്രയ്ക്ക് മാത്രമേ സപ്ലൈ കൊടുക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ബട്ട് ഇന്നലെ അവരൊന്ന് തിരുത്തി പറഞ്ഞിരിക്കുന്നു. അതായത് എത്രത്തോളം ഡിമാൻഡ് വരുന്നോ അത്രത്തോളം സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അതായത് വലിയ 2026 ഓയിലിൻ്റെ കാര്യത്തിൽ വലിയ ഡെഫിസിറ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റ് കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ള. ബട്ട് ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മളെന്ന് അറിയാലോ. പ്രത്യേകിച്ച് നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് മാറ്റി ഇനി US-ൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടണം എന്നാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ഗ്ലോബലി തന്നെ മാർക്കറ്റിൽ പ്രൈസ് കുറയുകയാണെങ്കിൽ നമുക്കതൊരു ഡബിൾ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് വന്നേക്കാം എന്നുള്ളതാണ്. US ഷട്ട് ഡൗണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ US സെനറ്റ് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം, എനിക്ക് തോന്നുന്നു 60-40 കണ്ട് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്ത രാവിലെ തന്നെ ന്യൂസ് വന്നിരിക്കുന്നു. അത് പറഞ്ഞു വെച്ചാൽ അതിനുശേഷം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇതിൽ വോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റ് ടേബിളിൽ സിഗ്നേച്ചറിന് വേണ്ടി വരണം എന്നുള്ള ഇന്ന് രാവിലെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും അത് പാസ്സായി കിട്ടി എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് ഷട്ട് ഡൗൺ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനി പ്രസിഡന്റ് മുമ്പിൽ വരുന്നു. പ്രസിഡന്റ് ഓൾറെഡി ഇതിന് 4 ആണ്, അതായത് ഇത് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സിഗ്നേച്ചർ അത് വരും. അതോടുകൂടി 43 ദിവസം നീണ്ടു നിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോങ്കസ്റ്റ് ഷട്ട് ഡൗൺ ഏതാണ്ട് എൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്. ഇനി
ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് വിൽ ബി ബാക്ക് ടു നോർമൽ. US ഗവൺമെൻറ് തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക്, സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് ആയിരിക്കുന്നു. ഇനി ഒരുപാട് ഡേറ്റ, ഇത്രയും നാൾ ഡാർക്കായിട്ട് കിടന്ന എല്ലാ ഡേറ്റാസും പുറത്തോട്ട് വരേണ്ട സമയമായിരിക്കുന്നു, വിച്ച് ഈസ് ഗുഡ് ഫോർ US എക്കണോമി ആസ് വെൽ ആസ് ഫോർ ദ ഗ്ലോബൽ എക്കണോമി. ഫെഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഫെഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു ഡാറ്റകൾ ലഭ്യമാകുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കൂടാതെ നോക്കുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഡാറ്റകളും കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലും ഒരു മാറ്റം വരുന്നു എന്നുള്ളതൊക്കെ തന്നെ US ഫെഡിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്ലാരിറ്റി നൽകുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അന്ന് തന്നെ ഈ സാധാരണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും അധികം നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസിലൊന്നും ഈ ഫെഡറൽ എംപ്ലോയീസ് വരണ്ട എന്നുള്ളതാണ് ഷട്ട് ഡൗൺ എന്ന്. ആ ഷട്ട് ഡൗണിൽ തന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ലേബർ ബ്യൂറോ ഈ CPI ഇൻഫ്ലേഷൻ്റെ ആൾക്കാരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ആ ഡേറ്റ തയ്യാറാക്കി എന്നുള്ളതാണ്. ആ ഡേറ്റ തയ്യാറാക്കി കൊടുത്തിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഫെഡ് FOMC മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ട് കൊണ്ടുവന്നത് എന്നുള്ള. എന്നാൽ ജോബ് ഡേറ്റയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വളരെ കുറവായിരുന്നു. പ്രൈവറ്റ് ഡേറ്റ ആയിരുന്നു നമ്മളും ഗ്ലോബൽ മാർക്കറ്റ്സും US മാർക്കറ്റും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നെന്നുള്ള ആ ഒരു എന്താ പറയുക ക്ലൗഡ്സ് ഒക്കെ ഒന്ന് നീങ്ങിയിരിക്കുന്നു. ഇനി ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് എമർജ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഡിസംബറിൽ റേറ്റ് കട്ട് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ അവിടെ ഒരു ചർച്ചയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ അവിടെ തന്നെയാണ്. അതായത് നമ്മുടെ ഇവിടെയും ഡിസംബറിൽ റേറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകത കാര്യം 0.25% റീറ്റെയിൽ ഇൻഫ്ലേഷൻ വരിക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂൾ ഓഫ് ചെയ്തു എന്നാണ് ആ ഹെഡ്ലൈൻ ന്യൂസ് പറയുന്നത്. ആ ഹെഡ്ലൈൻ ന്യൂസിന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ഡിസംബറിൽ അടുത്ത RBIയുടെ മോണിറ്ററി പോളിസിയിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ 25 ബേസിസ് പോയിന്റ്സ് ആണോ അതോ 50 ബേസിസ് പോയിന്റ്സ് ആണോ എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഡേറ്റ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താ, 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം 0.25. അതായത് RBIയുടെ കംഫർട്ടബിൾ റേറ്റ് എത്രയാ, 4%. 4% ഇൻഫ്ലേഷൻ നിൽക്കുകയാണെങ്കിൽ RBI ഹാപ്പിയാണ്. ഇത് 4 നേരെ ഇടിഞ്ഞ് 0.25 വന്നേക്കണം. അപ്പോൾ ഭയങ്കര വലിയ രീതിയിലാണ് നമ്മൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പല പത്രങ്ങളും എസ്പെഷ്യലി പല മാധ്യമങ്ങളും എഴുതുന്നത് എന്താ വെച്ചാൽ, 1 ബേസ് എഫക്റ്റ് സഹായകരമായിട്ട് വന്നു, 2 GST കട്ടും വന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇത് പറയുന്നത്. അത് ശരിയുമാണ്, നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇതിൻ്റെ ഒരു ഫൈൻ പ്രിന്റും കൂടെ മനസ്സിലാക്കി വെക്കണം. ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞു, ഞാൻ ഇതിനെ എന്താ പറയുക ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടും പെസിമിസ്റ്റിക് ആയിട്ട് കാണില്ല. ബട്ട് ഒരു ക്യാവിയറ്റോട് കൂടിയാണ് ഞാൻ ഈ ഫിഗറിനെ കാണുന്നത്. ഒന്നെന്ന് പറയുന്നത്, ആദ്യം തന്നെ ഞാൻ ബെനിഫിറ്റ് വിട്ടുകൊടുക്കുകയാണ്. കാര്യം വെച്ചാൽ GST റേറ്റ് കട്ട് നടന്ന ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മന്ത് ആയത് കാരണം അതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഫേസ് വാല്യൂവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഐ എം നോട്ട് ടേക്കിംഗ് ദിസ് ഫിഗർ ഓർ ഡേറ്റ ടു ദ ഹാർട്ട്. അതെടുക്കുന്നില്ല. ബട്ട് സബ്സിക്വൻ്റ്ലി ഞാൻ ഇതിനെ ഇനി വരാൻ പോകുന്ന ഡേറ്റ ഒന്ന് വാച്ച് ചെയ്യും എന്നുള്ളതാണ് കാര്യം. നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ചിന്തിക്കണം, ഇൻഫ്ലേഷൻ ഡേറ്റ ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ എന്താണെന്ന്. അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഈ വന്നിരിക്കുന്ന 0.25 ഫിഗർ എന്ന് പറഞ്ഞാൽ CPI ഡേറ്റ ആണ് അല്ലേ, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലേ, ആ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നേക്കുന്നത്. അതിൻ്റെ കമ്പോണൻസ് നമുക്ക് നോക്കാം. അതിൽ നോക്കുകയാണെങ്കിൽ ഫുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ഈ CPI ഡേറ്റയിൽ ഫുഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. 45% വെയിറ്റേജ് ഉണ്ട് ഫുഡിന് ഈ CPI ഡേറ്റയിൽ. പിന്നെ വരുന്നത് എന്താ, ഫ്യൂവല്, ഹൗസിംഗ്, സർവീസസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് അവേ സിമ്പിൾ കോമൺ സെൻസിൽ പറയാം, ഈ CPI ഡേറ്റ താഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെ താന്നു, ഫുഡ് താന്നു, ഫ്യൂവല് താന്നു, ഹൗസിംഗ് താന്നു, സർവീസസ് താന്നു. ഫ്യൂവലിൻ്റെ കാര്യം മാറ്റി വയ്ക്കാം. കാര്യം ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആയതുകൊണ്ട് ഫ്യൂവലിൻ്റെ മേൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ലോവർ ഫ്യൂവൽ പ്രൈസസ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യൻ എക്കണോമി. കാര്യം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചും ഇന്ത്യൻ ബിസിനസ്സുകളെ സംബന്ധിച്ചും നമുക്ക് ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്, റോ മെറ്റീരിയലാണ്. നമ്മുടെ 80 to 85% ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് ഫ്യൂവൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്. നമ്മുടെ ഫോറക്സിനെ എഫക്ട് ചെയ്യുന്നത് കാര്യം കൂടെയാണ്. അതുമാത്രമല്ല നമ്മുടെ US ആയിട്ടുള്ള ട്രേഡ് ഡീലിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഫ്യൂവലിൻ്റെ ഫ്ലക്ച്വേഷൻ ഞാൻ എടുക്കുന്നില്ല, അതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഏതായാലും ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന തിയറട്ടിക്കലായിട്ട്, അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇപ്രാവശ്യത്തെ ഡേറ്റയെ അങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്രാവശ്യത്തെ ഡേറ്റ എക്സെപ്ഷൻ ആണ്. ഒരു കാര്യം നോക്കാം, ഈ CPI ഡേറ്റയ്ക്കകത്ത് ഫുഡ് പ്രൈസസ് കൊളാപ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം ഫാമിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഡിസ്ട്രസ് ആണ് എന്നുള്ളതാണ് ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം. എക്കണോമിക് ടെക്സ്റ്റ് ബുക്ക്. ഞാനൊരു എക്കണോമിക് സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ്. എങ്കിലും ഞാൻ പറയാം, നമുക്കിത് അറിയാനായിട്ട് കോമൺ സെൻസ് മാത്രം മതി. ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ സ്റ്റോക്ക് മാർക്കറ്റ് ബാക്ക്ഗ്രൗണ്ടോ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ
കമ്മോഡിറ്റി പ്രൈസസ് കുറഞ്ഞത് കൊണ്ടാവാം, ഈ ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയാണ്, ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസസ് കുറഞ്ഞത് കൊണ്ടാവാം CPI ഡേറ്റ ഇങ്ങനെ താഴേക്ക് വന്നത്. പക്ഷേ കമ്മോഡിറ്റി പ്രൈസസിൽ നമുക്ക് യാതൊരു ചെയ്യൂല. കമ്മോഡിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഗ്ലോബൽ ട്രേഡും ഗ്ലോബൽ ഫാക്ടേഴ്സും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഗ്ലോബൽ എക്കണോമിക്കൽ ഇഷ്യൂസുമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ തുടരേണ്ട കാര്യമില്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അഗ്രികൾച്ചർ കൊളാപ്സ് ചെയ്തു എന്നാണ് ഈ ഫിഗർ പറയുന്നത്. കൊളാപ്സ് ചെയ്തു എന്നല്ല അർത്ഥം, ഈ ഫിഗർ റീഡ് ചെയ്യേണ്ടത് തിയററ്റിക്കലി അങ്ങനെയാണെന്നുള്ള. അത് മാത്രമല്ല, കൺസ്യൂമർ സ്പെൻഡിങ് ഓൺ നോൺ എസെൻഷ്യൽ ഐറ്റം. നോൺ എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ എസെൻഷ്യൽ ആയിട്ടൊരു കാര്യം നമുക്ക് ജീവിക്കാനായിട്ട് വേണമല്ലോ, അതായത് ഫുഡും, അത് കൂടാതെയുള്ള നോൺ എസെൻഷ്യൽ ഐറ്റംസിലേക്കുള്ള സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കുന്നു. അതായത് ഫാം ഡിസ്ട്രസ്, സ്പെൻഡിങ് കുത്തനെ താഴേക്ക് പോയി. ഇത് രണ്ടും ഒരു എക്കണോമിക്ക് നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഒരു ഫിഗർ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 0.25 എന്ന് പറയുന്നത് ആശ്വാസകരമായിട്ടും, അതുമാത്രമല്ല ഇൻഫ്ലേഷൻ വളരെ കുറഞ്ഞത് കാരണം RBI റേറ്റ് കട്ട് ചെയ്യുന്നത് മാർക്കറ്റിന് നന്നായിട്ടും എടുക്കുന്നുണ്ടെങ്കിലും വെൻ യു സ്ക്രാച്ച് ദ സർഫസ് ഉള്ളിലോട്ട് നമുക്ക് മനസ്സിലാവുന്നത് എക്കണോമി ഈസ് കൂളിംഗ് ഡൗൺ ആണ്. ബട്ട് എഗെയിൻ ഒരു ക്യാവിയറ്റ് ഞാൻ പറയുന്നു, ഇത് ഈ ക്വാർട്ടറിൽ ഞാൻ എടുക്കുന്നില്ല, പക്ഷെ തിയററ്റിക്കലി ഇതാണ് അർത്ഥം എന്നുള്ളത്. നമുക്ക് കാര്യം നോക്കാം. കാര്യം വെച്ചാൽ RBI എന്തുകൊണ്ടാണ് 4% ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് പറയുന്നത്. 4% എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് എന്താ പറയുക, ഒരു കമ്പോസിഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4% എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഹെൽത്തി ആൻഡ് ഗ്രോയിങ് എക്കണോമിയാണ്. അതായത് ഒരുപാട് കുറഞ്ഞിട്ടുമില്ല, ഒരുപാട് എന്താ പറയുക കൂടുതലും അല്ല. അതായത് നമ്മളിപ്പോൾ പ്രൈസ് ചെറുതായിട്ടൊന്ന് കൂടണം അല്ലേ, എന്നാലല്ലേ പ്രൈസ് ചെറുതായിട്ടൊന്ന് കൂടുകയും ആ ചെറുതായിട്ട് കൂടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയും കൂടണം അല്ലേ, നമ്മുടെ സാലറിയും നമ്മുടെ വരവും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ഏർണിങ്സും കൂടണം. ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകണം. ഈ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നതാണ് ഒരു ഹെൽത്തി ആൻഡ് ക്ലീൻ എക്കണോമിയുടെ സൈൻ. അതുകൊണ്ടാണ് 4% എന്ന് പറയുന്ന ഫിഗർ RBI കംഫർട്ടബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. എന്നാൽ ആ ഫിഗർ 4-ന് മുകളിലേക്ക് പോയി 6-ഉം 7-ഉം ആവുകയാണെങ്കിലോ ദെൻ എക്കണോമി ഈസ് ഹീറ്റിംഗ് അപ്പ്. ഓവർ ഹീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയപ്പെടുന്നത് എന്നുള്ള. അപ്പം അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. 4% ഒരു കംഫർട്ടബിൾ ഫിഗറാണ്. 0.25 ആണെങ്കിലോ എങ്ങനെയാണോ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഓവർ ഹീറ്റിംഗ് ഉണ്ടാവുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് താഴേക്ക് വരുമ്പോൾ എക്കണോമി ഭയങ്കരമായിട്ട് കൂൾ ഓഫ് ചെയ്യണമെന്നാണ് അർത്ഥം. അതായത് റിസ്ക് ഓഫ് ഡീഫ്ലേഷൻ. ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താ? ഫോൾ ഇൻ പ്രൈസസ് ആൻഡ് ഡിമാൻഡ് കൊളാപ്സ്. ഡിമാൻഡ് കൊളാപ്സ് ചെയ്യുന്നു. അതായത് എന്തുകൊണ്ടാണ് പ്രൈസസ് ഫോൾ ഇൻ ചെയ്യണത്? മേടിക്കാൻ ആളില്ല. എന്നാൽ മേടിക്കാൻ ആളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലെ പോലെ ഏർണിങ്സ് വരുന്നില്ല എന്നാണ് ആ പറയുന്നത് എന്നുള്ള. ഇപ്പം ജപ്പാനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. 1990 മുതൽ 2010 വരെ നമ്മൾ അതിനെ പറയുന്നത് ലോസ്റ്റ് ഡെക്കേഡ് എന്നാണ്. ആ സമയത്ത് ജപ്പാനിന് ഏതാണ്ട് വലിയ രീതിയിൽ, അതായത് പ്രൈസസ് എന്ന് പറയുന്നത് അവിടെയുള്ള സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈഡ്ലി ഡൗൺവേർഡ്സ്. പ്രൈസ് കയറുന്നേയില്ല. നമ്മൾ ഈ പറയുന്ന പോലെ എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് 0 വെച്ചിട്ട് പോലും പ്രൈസ് കയറുന്നില്ല എന്നാണ്. അതായത് ജാപ്പനീസ് പീപ്പിൾ സേവ്ഡ് മോർ റാദർ ദാൻ സ്പെൻഡിങ്. നമ്മൾ പൈസ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു 100 രൂപ നമ്മുടെ കിട്ടുമ്പോൾ ഈ 100 രൂപയും നമ്മൾ സേവിങ്ങിന് മാത്രം വെച്ച് കഴിഞ്ഞാൽ എക്കണോമി മുന്നോട്ട് പോകില്ല. എക്കണോമി എന്ന് പറയുന്നത് എന്നും ഒരു സർക്കിൾ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡിങ്ങും കൂടെ നടത്തണം അല്ലേ. നമ്മൾ സ്പെൻഡ് ചെയ്തൊരു ഹോട്ടലിൽ പോയി സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹോട്ടലിന് പൈസ കിട്ടുന്നു. ഹോട്ടൽ ആ പൈസ ഉപയോഗിച്ച് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. ആ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ, മീറ്റ്, മിൽക്ക് അങ്ങനത്തെ പ്രോഡക്ട്സ് മേടിക്കുന്നു. ബാക്കിയുള്ള അവരുടെ പ്രോഫിറ്റ് ഉപയോഗിച്ച് അവർക്ക് എന്താ ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൊടുക്കുന്നു, അവരുടെ സ്റ്റാഫിന് പേ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഒരു സ്പെൻഡിങ് ആണ് എക്കണോമിയെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പം ജാപ്പനീസ് എക്കണോമി ഈ ഒരു സവിശേഷതയിൽ കൂടെ പാസ് ഓൺ ചെയ്തു പോയി എന്നാണ് അതിനെ ലോസ്റ്റ് ഡെക്കേഡ് എന്നുകൂടെ പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യത്തെ 0.25% ഞാൻ ഒരിക്കലും ഈ പറയുന്നതിൽ ജപ്പാനായിട്ട് കമ്പയർ ചെയ്യില്ല. ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ പറയുന്നത് ഇതൊരു തിയററ്റിക്കൽ വശമാണ്. ഇപ്രാവശ്യത്തെ 0.5 ഡേറ്റ നമ്മളും തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാര്യം വെച്ചാൽ വൺ ഓഫ് ഇത് കണ്ടിന്യൂ ചെയ്യോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ തൽക്കാലം നമുക്കിത് പോസിറ്റീവായിട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസായിട്ട് വേറെ വന്നൊരു കാര്യം. ക്യാബിനറ്റ് ഏതാണ്ട് 25,000 കോടിയുടെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ എന്ന് പറയുന്ന ഒരു പാക്കേജ് കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ഈ ട്രംപിൻ്റെ ടാരിഫ് കാരണം ഒരുപാട് കമ്പനീസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രംപിൻ്റെ ടാരിഫ് സാങ്ഷനൊക്കെ കാരണം അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ലാർജ് ക്യാപ് കമ്പനീസ് അല്ല, ക്യാഷ് റിച്ച് കമ്പനീസ് അല്ല, കൂടുതൽ മിഡ്, സ്മോൾ,
സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആൻഡ് അൺലിസ്റ്റഡ് പ്രൈവറ്റ് കമ്പനീസിനാണ് ഏറ്റവും കൂടുതൽ. അത് കാര്യം നമുക്കറിയാലോ, ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ, പിന്നെ എന്താ ഫുഡ്, മറ്റേ അക്വാകൾച്ചറിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് വന്നത്. ടെക്സ്റ്റൈൽസ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് വന്നത്. ഇപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സിൻ്റെയൊക്കെ വളരെ മോശം റിസൾട്ട്സ് ആയിരുന്നു എന്നാണ് ഞാൻ കണ്ടത്. അത് ലിസ്റ്റഡ് കമ്പനിയാണ്, മിഡ് ക്യാപ് സ്പേസ്, സ്മോൾ ക്യാപ് സ്പേസിൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാരണ്ടി സ്കീം, അതായത് ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ലോൺ, എലിജിബിൾ ആയിട്ടുള്ള ലോൺസിന് ഏതാണ്ട് 20,000 കോടി വരെ ഇവരൊരു ഗ്യാരണ്ടി കൊടുക്കുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഡയറക്ട്ലി ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നു. അവർ ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇതൊരു ഫിലിപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ എസ്പെഷ്യലി ഇത് ഏതൊക്കെ സെക്ടറിനെയാണോ ഹിറ്റ് ചെയ്തിരുന്നത് ഈ ടാരിഫ് കാരണം, ആ സെക്ടറുകൾക്കൊക്കെ ഇതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ന്യൂസാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസ്, ലെതർ ഗുഡ്സ്, ജുവലറി, പിന്നെ മറീൻ പ്രോഡക്ട്സ്, എഞ്ചിനീയറിംഗ്, മറീൻ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഷ്രിമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു വെക്കണം, നമ്മൾ സ്പോട്ട് ലൈറ്റിൽ എനിക്ക് തോന്നുന്നു 3-4 ദിവസം മുമ്പേ ബയോകോൺ എന്ന് പറയുന്നതിൻ്റെ ബിസിനസ് നമ്മൾ അവതരിപ്പിച്ചു എന്നുള്ള. അപ്പോൾ ഈ ബയോകോണിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആണ്, സോഴ്സസ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ല, നമുക്ക് വെരിഫൈ ചെയ്യാൻ മാർഗ്ഗമില്ല. അവർക്കൊരു 90% മുകളിൽ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന അവർക്കൊരു സബ്സിഡറി ഉണ്ട്, അതിൻ്റെ പേര് ബയോകോൺ ബയോളജിക്സ് എന്നാണ്. ഈ ബയോകോൺ ബയോളജിക്സ് എന്ന് പറയുന്നത് അവർ മിക്കവാറും ബയോകോണായിട്ട് മെർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് ഈ ബയോകോൺ ബയോളജിക്സിനെ അവർ ഡീമെർജ് ചെയ്തിട്ട് വേറെ പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നത്, ഇതിപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടില്ല, സോഴ്സസ് പറയുന്നതാണ്, അൺകൺഫേംഡ് മാർക്കറ്റ് റൂമേഴ്സ് പറയുന്നത് ഈ കമ്പനി ബയോകോണിൻ്റെ കൂടെ മെർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബയോകോൺ ബയോളജിക്സിൻ്റെ വാല്യുവേഷൻ $4.5 ബില്യൺ ആവും എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് കിരൺ മജുംദാർ ഷോയുടെയൊക്കെ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ചെയർപേഴ്സൺ ആണല്ലോ ഈ ബയോകോണിൻ്റെ, ഒന്ന് നോക്കിയപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എന്താണോ നല്ലൊരു വാല്യൂ ക്രിയേഷൻ മെക്കാനിസം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ ഇതിനെ പർസ്യൂ ചെയ്ത് മുന്നോട്ട് പോകും. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മോർഗൻ സ്റ്റാൻലിയെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് ഏറ്റവും നല്ലത് എന്താണ് എന്നുള്ളത്, അതായത് ബയോകോൺ ബയോളജിക്സിൽ 90.2% സ്റ്റേക്ക് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഇത് എങ്ങനെയാണ് മെർജ് ചെയ്യണത്, ഷെയർ സ്വാപ്പ് ചെയ്യോ, ഇതൊന്നുമുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡീറ്റെയിലും കിട്ടിയിട്ടില്ല. ബട്ട് ഒരു കാര്യം അറിയാം, ബയോകോണിന് 90.2% ഉണ്ട്. അത് കൂടാതെ ഏറ്റവും ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് 5.97% ആണ്. അത് ഹോൾഡ് ചെയ്യുന്നത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്കറിയാം അഡാർ പൂനാവാല, സൈറസ് പൂനാവാല, നമ്മുടെ കോവിഡ് വാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവരാണ് ഈ 90 കഴിഞ്ഞിട്ടുള്ള ബാക്കിയിൽ 5.97% ദ ഓൺലി എക്സ്റ്റേണൽ ലാർജ് പ്രൈവറ്റ് ഇൻവെസ്റ്റർ. അത് കഴിഞ്ഞ് കുറച്ച് ഷെയർ ടാറ്റ ക്യാപിറ്റലിലും ട്രൂ നോർത്ത് എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റിയുടെയിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതാണ് ബയോകോൺ ബയോളജിക്സ്. ബട്ട് ഞാൻ ഇതെന്ത് പറയാൻ കാര്യം വെച്ചാൽ ബയോകോണിൻ്റെ റിസൾട്ടും കൂടെ വന്നപ്പോഴേ സെക്കൻഡ് ക്വാർട്ടറിൽ ശരിക്കും അവർ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 85 crores ആണ് അവർ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. സെയിം ടൈം ലാസ്റ്റ് ഇയർ അവർക്ക് 16 കോടിയുടെ ലോസ് ആയിരുന്നു. ആ 16 കോടിയുടെ ലോസിൽ നിന്ന് മാറി 84.5 crore ഒരു പ്രോഫിറ്റാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വന്നേക്കുന്നതെന്നുള്ള. റവന്യൂ 21% ഗ്രോ ചെയ്ത് 4,383 കോടിയായി എന്നുള്ള. അതുമാത്രമല്ല ഏർലിയർ ദിസ് ഇയർ, ഈ കൊല്ലം തുടക്കത്തിൽ അവരൊരു QIP റേസ് ചെയ്തിരുന്നു, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ്. അവരത് ഉപയോഗിച്ച് കുറച്ച് സ്ട്രക്ചേർഡ് ഇക്വിറ്റി ഉണ്ടായിരുന്നു അവരുടെ കമ്പനിയിൽ. ആരൊക്കെ, എനിക്ക് തോന്നുന്നു ഗോൾഡ്മാൻ സാക്സിനും കോട്ടക്കിനും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ അങ്ങ് കൊടുത്തു തീർത്തു. ഇത് കൊടുത്ത കാരണം ഈ കമ്പനിയുടെ ബയോകോണിൻ്റെ ഈ ഡെപ്റ്റ് എന്ന് പറയുന്ന ഓബ്ലിഗേഷൻ, അല്ലെ ഡെപ്റ്റ് ബാധ്യത ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2027 ആകുമ്പോഴത്തേക്കും 300 കോടി ഡെപ്റ്റിൽ നിന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ബയോകോൺ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. റെക്കമെൻഡേഷനും അഡ്വൈസിനും സോളിസിറ്റേഷനിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമുക്കറിയാലോ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീമർജർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. കമേഴ്ഷ്യൽ വെഹിക്കിൾ അല്ലേ ഷെയർസ് ഇന്നലെ ലിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്കൊരു 335 രൂപ, അതായത് 335 രൂപയെ വരെ പോയെങ്കിലും 330 രൂപയ്ക്കാണ് അത് സെറ്റിൽ ചെയ്തതെന്നാണ് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത്. അതായത് 28.5% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. കാര്യം അവർ ഡിസ്കവർ ചെയ്ത പ്രൈസ് എത്ര, 260.75 ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് അതിനുണ്ടായി. IPO, അതായത് ലോസ് ഉള്ള ഒരു പ്രോഫിറ്റും ഇല്ലാത്ത
കൺസെപ്റ്റും ബിലീഫും സ്റ്റോറിയും മാത്രം പറയുന്ന കമ്പനികൾ മാത്രമല്ല കയറുന്നത്, റിയൽ ബിസിനസ് ഉള്ള കമ്പനികളും കയറുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ദാറ്റ് പുട്സ് ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷന്റെ മാർക്കറ്റ് ക്യാപ് അറ്റ് അറൌണ്ട് 1.2 lakh crore. ഞാൻ നോക്കുമ്പോൾ പാസഞ്ചർ വെഹിക്കിൾ ഡിവിഷൻ ഇന്നലെ 1.4 lakh crore മാർക്കറ്റ് ക്യാപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതായത് 402 രൂപ എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാനിന്ന് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇലക്ഷനാണ് നാളെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ റെവർബറേഷൻസ് ഉണ്ടാവും. ഈ പറയുന്ന എല്ലാ ഇലക്ഷൻ റിസൾട്ട്സ് പറയുന്നെങ്കിലും ബീഹാർ ഒരു ട്രിക്കി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു വയലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇലക്ഷൻ നല്ല റിസൾട്ട് ആയിക്കോട്ടെ, മോശം റിസൾട്ട്, അത് ഓരോരുത്തരുടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിലപാടാണ്. നമ്മളെ സംബന്ധിച്ച് അതില്ല. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയുക എന്നുള്ളത് നമ്മുടെ ഓബ്ലിഗേഷനാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഒന്ന് സൂക്ഷിക്കണം. ട്രേഡ് ചെയ്യുന്നവർ കേട്ടോ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഇപ്പം ഞാൻ 100% ഇൻവെസ്റ്റഡ് ആണ്, അതും ഒരു ഡിസ്ക്ലൈമർ, ഞാൻ ഒരു ഡിസ്ക്ലോഷർ ഞാൻ നടത്തുന്നു എന്നുള്ളതാണ്. ഈ ഇലക്ഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാടില്ല. ബട്ട് ഞാനൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കെയർഫുൾ ആവും. എനിക്ക് പലപ്പോഴായിട്ട് ഈ അടി 2004 മറ്റുള്ള ഇലക്ഷനും ഒക്കെ കൊല്ലങ്ങളായിട്ട് കിട്ടിയ അനുഭവത്തിൽ മനസ്സ് തുറന്ന് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയേ വേണ്ട, ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. പക്ഷെ പറഞ്ഞു തരിക എന്നുള്ളത് എൻ്റെ ഒരു ഓബ്ലിഗേഷനും റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഞാൻ പറയുന്നു. ഓവർ ടു യു നിഖിൽ. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഏതാണ്? നിഖിൽ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടു അനീഷായിട്ട്, അതായത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്കിനെ കുറിച്ച്. ഇന്നലെ ഏഷ്യൻ പെയിൻസ് നല്ല രീതിയിൽ അപ്പായിരുന്നു അല്ലേ, 4 to 6% എങ്ങാണ്ട് അപ്പായിരുന്നു. ഇന്നും അതേപോലെ അപ്പായിരുന്നു എന്നുള്ളത്, നല്ല ഭേദപ്പെട്ട ഏർണിങ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഞാനത് പറയാനുള്ള കാര്യം എന്തെന്നറിയോ, അതിനകത്ത് ജെഫ്രീസിൻ്റെ ഒരു റിപ്പോർട്ടാണ്, അതായത് ഫോറിൻ ബ്രോക്കറേജ് ഹൗസ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് ഇന്നലെ ഞാൻ വായിക്കുമ്പോൾ അതിൽ എഴുതിയിരുന്നറിയോ, ദ കിങ് ഈസ് ബാക്ക്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ക്ലാസിക് ബിസിനസ്സും ക്ലീൻ മാനേജ്മെൻറ്റുമായിട്ട് പറയുന്നതാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അടുത്ത കുറച്ച് കാലമായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കാര്യം, കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ബിർള ഓപ്പസ്, അതായത് ഗ്രാസിം, അതായത് ബിർളയുടെ സ്റ്റേബിളിൽ നിന്ന് വരുന്ന ആ ബിർള ഓപ്പസ് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ തന്നിരുന്നു എന്നുള്ളതാണ്. അതേപോലെ JSW പെയിൻറ്റ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കാരണം എനിക്ക് തോന്നുന്നു ഏഷ്യൻ പെയിൻറ്റ്സിന് ഭേദപ്പെട്ട രീതിയിലും ഒരു എന്താ പറയുക മാർക്കറ്റ് ഷെയർ എനിക്ക് തോന്നുന്നു 58 നിന്ന് 52 ഒക്കെ ആയിട്ട് കുറഞ്ഞു എന്നൊക്കെ ഉള്ളതും, ഇനിയിപ്പോൾ ഈ ബിസിനസ് എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ട് ചോദിച്ചിരുന്നു എന്നുള്ള. എന്നാൽ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ഏഷ്യൻ പെയിൻറ്റ്സും മിണ്ടാതെ ഇരുന്നു. കാര്യം ഏഷ്യൻ പെയിൻറ്റ്സിന് അറിയായിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഈ 6% മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡീ ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിർള ഓപ്പസ് പോലെയുള്ള JSW പെയിൻറ്റ്സ് പോലെയുള്ള കമ്പനികൾ ഈ മാർക്കറ്റ് ഷെയർ ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തു അല്ലേ. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ബിസിനസ്സിലേക്ക്? 10,000 കോടിയിൽ പരം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോഴും ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയെങ്കിലും വെച്ച് ഇത് മാറും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത്. ഏതായാലും ഏഷ്യൻ പെയിൻറ്റ്സ് പെർഫോം ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ, ഞാനൊരു 2 ദിവസം മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ടിനടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ IBMലെ ഇന്ത്യ ഡിവിഷൻ്റെ, ഇന്ത്യ മാത്രമല്ല കുറച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെയും ഹെഡാണ് അദ്ദേഹം. ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു ഫ്രണ്ടും കൂടെയാണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ കാഷ്വലി സംസാരിച്ച് വന്ന് പിള്ളേരെ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ മകള് ഈ പറയുന്ന പോലെ UK പഠിക്കാൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ എന്നും നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ എന്ത് വർത്താനം പറഞ്ഞാലും അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സംസാരിച്ച് വന്നപ്പോൾ ഒരു കമ്പനിയിലേക്ക് ചെന്ന് പെട്ടു എന്നുള്ളതാണ്. അബദ്ധവശാൽ ചെന്ന് പെട്ടു. ഞാൻ അതിന് ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് അത് ലിസ്റ്റഡ് കമ്പനിയാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിക്കുന്നത് ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടല്ല. നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നുമില്ല. നിഖിലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നിഖിലും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ റിലേറ്റീവ്സും ഇല്ല എന്നുള്ള അറിയാം. നമ്മളിത് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ബിസിനസ്സുകൾ അവതരിപ്പിക്കുന്നു വെച്ചാൽ, നിങ്ങളെ ഞങ്ങൾ കഴിയുന്നതും എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ ഡെയിലി ജീവിതത്തിൽ നിങ്ങളുടെ വർത്തമാനത്തിൽ നിങ്ങളുടെ കാഴ്ചകളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഐഡിയ എടുക്കാൻ പറ്റും. അതിനൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എക്സ്പീരിയൻസോ കോമേഴ്സ് എക്സ്പീരിയൻസോ ഫിനാൻസ് എക്സ്പീരിയൻസോ ബിസിനസ് എക്സ്പീരിയൻസോ വേണ്ട എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുമല്ല സ്റ്റോക്കും ജീവിതവും വെവ്വേറെയല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തന്നെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കറിയാം. അപ്പോൾ അത് വേറെ എന്താ, നമ്മളിപ്പോൾ പറഞ്ഞു വന്ന സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ബിസിനസ്സാണ് അല്ലേ. സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഇന്ത്യൻ പേരൻസിൻ്റെ വലിയ ആഗ്രഹമാണ് മക്കളെ പുറത്തു ഒന്ന് പഠിപ്പിക്കുക. അതായത് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കിട്ടുക, അവിടെ തന്നെ ജോലി കിട്ടി എന്നുള്ളൊരു ആസ്പിറേഷൻ, അതായത് പ്രോസ്പെരിറ്റി, ഇത് ഹോപ്പ് എല്ലാം നികഞ്ഞു വരുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് നമ്മളെ മലയാളിയെ സംബന്ധിച്ചും എഡ്യൂക്കേഷൻ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള. കൂടുതലും നമ്മുടെ ആൾക്കാർ
ഗ്രാജുവേഷൻ മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷനും നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പ്രിഫേർഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്താ? ഫസ്റ്റ് ചോയ്സ് എല്ലാവരും US തന്നെ ആയിരിക്കാം, പിന്നെ രണ്ടാമത് വരുന്നത് UK ആയിരിക്കാം, പിന്നെ വരുന്നത് കാനഡയാവും, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, അയർലൻഡ്, ഇപ്പോൾ അടുത്ത കാലത്ത് മിഡിൽ ഈസ്റ്റ്, സിംഗപ്പൂർ, ഇങ്ങനെ പല രീതിയിലേക്ക് ഉദ്ദേശിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരു സാധാരണ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ അവരുടെ പേരൻസിനും വലിയൊരു ഡ്രീമാണ് പിള്ളേരെ പുറത്ത് കൊണ്ടുപോയി ഒന്ന് പഠിപ്പിച്ച് നല്ല ഗ്ലോബൽ സർട്ടിഫിക്കേഷനും ഗ്ലോബൽ കമ്പനിയിൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷണൽ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് അവെയർ ആണ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, അതായത് ഈ പുറത്തു പോകുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇന്ത്യ മാത്രമല്ല ലോകത്തെല്ലാമുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ 57% ആൾക്കാരും 57% സ്റ്റുഡൻസിനെയും ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ, ഹോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള ആ രാജ്യങ്ങൾ ഏതാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ US ആണ്, UK, കാനഡ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജർമ്മനി. 57% ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുമല്ല 30% ഓഫ് ദിസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇന്ത്യ മാത്രമല്ല പുറത്തുള്ള രാജ്യങ്ങളിലും ഓൾ ടുഗെദർ ടോട്ടൽ ഒരു കമ്പൈൻഡ് ഫിഗർ നോക്കുമ്പോൾ അതിൻ്റെ 30% ആൾക്കാരും പുറത്തു പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ പെടുന്നത് ഏറ്റവും കൂടുതലുള്ള ചൈന, ഇന്ത്യ, വിയറ്റ്നാം, ജർമ്മനി, ഫ്രാൻസ്, ഇവരാണ് കൂടുതലും പുറത്തു പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അതായത് ഏതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പോയ രാജ്യങ്ങൾ ഏതാ? US, UK ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കാനഡ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജർമ്മനി. അപ്പോൾ ടോപ്പ് 5 ഡെസ്റ്റിനേഷൻസിലേക്കാണ്, ഈ പറയുന്ന ടോപ്പ് 5 ഡെസ്റ്റിനേഷനിലേക്കാണ് 50% ആൾക്കാരും പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത എന്നുള്ളത്. എന്നാൽ പുതിയ ഡെസ്റ്റിനേഷൻസ് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് വരുന്നുണ്ട്, സിംഗപ്പൂർ പോലത്തെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഫിലിപ്പീൻസ് ഭയങ്കര ഫിനോമിനൽ ഗ്രോത്ത് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത കാലത്ത് സ്റ്റഡി അബ്രോഡ്. ഇപ്പോൾ ഗ്ലോബൽ സ്റ്റുഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഗ്ലോബൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മിക്കവാറും 23% ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയുള്ളത് ചൈനീസ് സ്റ്റുഡൻസ് ആണ് 15 to 18%. പിന്നെ വിയറ്റ്നാമിൽ നിന്ന് ഏതാണ്ട് 1.5 to 2% പിള്ളേർ വരും എന്നുള്ളതാണ് പല സോഴ്സസും നമ്മുടെ അടുത്ത് പറയുന്നത്. ബ്രസീലിൽ നിന്ന് 1 to 2%, പാകിസ്ഥാനിൽ നിന്ന് 1%, ബാക്കിയുള്ളത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ള. ഹോസ്റ്റ് കൺട്രീസ്, അതായത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ റിസീവ് ചെയ്യുന്ന രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 20% USA ആണ്, 14% UK ആണ്, 13% കാനഡയാണ്, 7% ഓസ്ട്രേലിയയാണ്, ബാക്കി 47% മറ്റുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് വരും എന്നുള്ള. ഇപ്പം നമ്മൾ ഒരു സാധാരണ പുറത്തു പോകുന്ന ഒരു കുട്ടിയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ബ്രേക്കപ്പും നമ്മൾ പല സോഴ്സസിൽ നിന്നും മനസ്സിലാവുന്നു. ഇതൊക്കെ എക്സാക്ട് ഫിഗർ അല്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് പുറത്തു പോയി പഠിക്കുന്നവരെ 40% എക്സ്പെൻസും ട്യൂഷൻ ഫീയാണ്. 20% കൂടുതൽ അവർക്ക് വരുന്നതെന്ന് വെച്ചാൽ അക്കോമഡേഷനാണ്, ഒരു 15% ഫുഡിന് വരുമെന്ന് പറയപ്പെടുന്നു, 3% ട്രാൻസ്പോർട്ടേഷനും, ഒരു 18% അതർ ആക്ടിവിറ്റീസും, അതായത് അവരുടെ ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്, മിസലേനിയസ് ആയിട്ടുള്ള, പിന്നെ ഇൻഷുറൻസ് എടുക്കണം, പിന്നെ ലാപ്ടോപ്പ് മേടിക്കണം, അങ്ങനത്തെ അവരുടെ പ്രോജക്റ്റ് റിലേറ്റഡ് സാധനങ്ങൾ മേടിക്കണം. ഇതെല്ലാം കൂടെ 18% വരും എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു എന്താ പറയുക ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിൻ്റെ ഒരു ബിസിനസ് ഈ വക എല്ലാ മേഖലകളിലും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ USA ആണ് എല്ലാവരുടെ വലിയ ഒരു ചോയ്സ് എങ്കിൽ പോലും US-ലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ളൊരു പാഠം 1, 2 വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, 3 കോസ്റ്റ്ലി ആണ് എന്നുള്ള. അതായത് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കാശ് ചിലവാക്കണം എന്നുള്ള. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റ് എന്ന രീതിയിൽ UK-യിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് വന്നു എന്നുള്ള കാര്യം. UK-യിൽ വേൾഡിലെ പല ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള സ്ഥലമാണ് UK എന്ന് വളരെ നമുക്കറിയാലോ. ഇപ്പോൾ ഓക്സ്ഫോർഡ് എടുത്താലും ശരി, കേംബ്രിഡ്ജ് എടുത്താലും ശരി, ഇമ്പീരിയൽ എടുത്താലും ശരി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എടുത്താലും ശരി, UK-യിലെ വലിയ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് ആണ് എന്നുള്ള. പിന്നെ ഞാനിത് UK പറയണമെന്ന് വെച്ചാൽ ഈ പറയാൻ പോണ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സും UK ആയിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് US-ൽ നിന്ന് മാറി നമ്മൾ കൂടുതൽ UK സംസാരിക്കുന്നത്. ഇപ്പോൾ UK-യിൽ സാധാരണ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ 2 കൊല്ലത്തിൻ്റെ ഉണ്ട്. അത് മാത്രമല്ല UK-യിൽ സ്പെഷ്യലായിട്ട് 1 year പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഔട്ട്സ്കേർട്സിലൊക്കെ ആണെങ്കിൽ ട്യൂഷൻ ഫീസൊക്കെ ഇത്തിരി വളരെ കുറവാണ്. അതുമാത്രമല്ല ലിവിങ് കോസ്റ്റും ഒക്കെ വളരെ കുറവാണ്. എന്നാൽ മെയിൻ സിറ്റിയിലും അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. പിന്നെ UK-യിലെ ഡിഗ്രി
ഭയങ്കര മോസ്റ്റ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡും കൂടെയാണ്. അതുമാത്രമല്ല നമ്മുടെ പിള്ളേർക്ക് വേറൊരു ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പോകണമെങ്കിൽ ജർമ്മൻ പഠിക്കണം, ഫ്രാൻസിൽ പോകണമെങ്കിൽ ഫ്രഞ്ച് പഠിക്കണം, സ്പെയിനിൽ പോകണമെങ്കിൽ സ്പാനിഷ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ബ്രിട്ടനിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. അതുമല്ല ഒരുപാട് ഇന്ത്യൻ ഡയാസപ്പോറ, അതായത് NRIs അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റേഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെ കുറച്ചത് കൂടുതലാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അതുമാത്രമല്ല UK ചിലപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് അവിടെ 2 കൊല്ലത്തെ ഒരു വർക്ക് പെർമിറ്റും കൂടെ കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ജോലി കണ്ടുപിടിച്ച് ഒരു പെർമനൻറ്റ് എംപ്ലോയി ഒക്കെ മാറി നമ്മുടെ ഗ്രേറ്റ് ഒരു ഡ്രീം പെർസ്യൂ ചെയ്യാനായിട്ട് UK സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ യൂണിവേഴ്സിറ്റീസ്, UK യൂണിവേഴ്സിറ്റീസൊക്കെ ഏതാണ്ട് ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ഇന്റേൺഷിപ്പ് കൊണ്ടുവന്ന് നമ്മളെ ഏതാണ്ട് നമ്മുടെ കുട്ടികളെ നല്ല ഗ്ലോബൽ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ്ട് UK നമ്മൾ മനസ്സിലാവുന്ന ഒരു 2023 ഫിഗറൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1.2 ലാക്സ് തൊട്ട് 1.5 ലാക്ക് വിസാസ് വരെ ഇന്ത്യൻ സ്റ്റുഡൻസിന് 2023 ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു നമുക്ക് കിട്ടിയ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ സ്റ്റഡി എബ്രോഡ് നടത്തുന്ന ഈ കൺസൾട്ടൻസ് ഉണ്ടല്ലോ, കുട്ടികളെ അങ്ങോട്ട് അയക്കുന്ന വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്. കാര്യം അവരെന്താ ചെയ്യണേ, ആദ്യം യൂണിവേഴ്സിറ്റീസ് ആയിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാക്കും, അവരായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും, അവരായിട്ടൊരു പാർട്ട്ണർ ചെയ്തൊക്കെ നിന്നിട്ട് ഇവർ കുറേ ഏജന്റുകളെ അപ്പോയിന്റ് ചെയ്യും. ഏജന്റ് സ്റ്റുഡൻസിനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗ്ലോബലി പല ഭാഗങ്ങളിൽ നിന്നും കണ്ടുപിടിക്കും. അത് നേരെ എന്താ പറയുക, ഇവർ വഴി, അതായത് നമ്മൾ ഈ പറയുന്ന ബിസിനസ് കൺസൾട്ടൻറ്റ് സ്പോട്ട്ലൈറ്റ് ബിസിനസ് വഴി നമ്മൾ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് ആ ബിസിനസ് മോഡൽ എന്ന രീതിയിൽ പറയുന്നത് എന്നുള്ള. ഇത് മാത്രമല്ല, ഇതിന് കുറച്ച് രീതിയിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു എങ്ങനെ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, IELTS, TOEFL പോലെയുള്ള കോഴ്സുകളും ഒക്കെ പഠിപ്പിക്കുന്നുള്ള അറിയാം. പിന്നെ വിസ ഫയൽ ചെയ്യാനും ആപ്ലിക്കേഷൻ ചെയ്യാനും ഒക്കെ കാശുകളും ഒക്കെ മേടിക്കും. ഒരുപാട് വാല്യൂ എഡീഷൻസ് ഒക്കെ ചെയ്യും. ഇപ്പോൾ അതാ എന്താ പറയുക, ബാങ്ക്സ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ലോൺ കൊടുക്കുന്ന കാര്യങ്ങൾ, അവിടെ അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം പല രീതിയിലുള്ള റവന്യൂ സോഴ്സസ് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടെന്നുള്ള. ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താ, കൂടുതലും നമ്മളൊരു IT കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനി പോലെ ഏൺ ചെയ്യുന്നത് ഫോറിൻ കറൻസിയിലാണ്. ഡോളറിലും യൂറോയിലും പൗണ്ട് സ്റ്റെർലിങ്ങിലും ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ സിംഗപ്പൂർ ഡോളേഴ്സിലൊക്കെയാണ് ഏൺ ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ പറയാൻ പോകുന്ന സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്ന് പറയുന്ന ഈ സർവീസസ് എല്ലാം ചെയ്യുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അങ്ങനെ ഒരു ലിസ്റ്റഡ് കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതായത് ഈ എഡ്യൂക്കേഷൻ എബ്രോഡ് അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ ഗ്രോത്ത് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ മാത്രം ഉള്ള ഒരു ബിസിനസ് ഇന്ത്യയിൽ ലിസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ജൂലൈയിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു IPO ആയിട്ട് അവർ വന്നിരുന്നു. ഓഫർ ഫോർ സെയിലായിരുന്നു. കമ്പനിയിലേക്ക് ക്യാഷ് ഒന്നും വന്നില്ല, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ക്യാഷ് ഔട്ട് ചെയ്ത് പോയി എന്നുള്ള. കമ്പനിക്ക് 5000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെന്നുള്ള വേറെ കാര്യം. അവർ ഏറ്റവും കൂടുതൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അവർ ശരി മെയിൻലി UK ആണ് അവരുടെ മെയിൻ ബിസിനസ്. അയർലൻഡ്, കാനഡ, USA ഒക്കെ ചെറിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. കൂടുതലും സ്റ്റുഡൻസ് എവിടെ നിന്നാണെന്ന് അറിയോ അവർക്ക് വരുന്നത്? ഇന്ത്യ, ചൈന, നൈജീരിയ, കെനിയ ആൻഡ് അതർ ആഫ്രിക്കൻ കൺട്രീസ്, അവിടെ നിന്നാണ് കൂടുതലും പേര് വരുന്നത്. ഇത് ഇവർക്ക് ഒരുപാട് ഏജൻസ് ഉണ്ട്. ഈ ഏജൻസ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കും, ആപ്ലിക്കേഷൻ മേടിക്കും, ആപ്ലിക്കേഷൻ ഈ കമ്പനിക്ക് കൊടുക്കും, ഈ കമ്പനി നേരെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. യൂണിവേഴ്സിറ്റിയുടെ ബാക്കി എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇവരുടെ ഈ കമ്പനിയുടെ ക്ലയൻ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അല്ല, യൂണിവേഴ്സിറ്റീസാണ്. യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് നേരെ ഇവർക്ക് കാശ് കിട്ടുന്നത്. അതുകൊണ്ട് ആരും പറ്റിച്ചു പോകും എന്നുള്ള കാര്യം പേടിക്കേണ്ട. അതുമല്ല, ഫോറിൻ എക്സ്ചേഞ്ചിലാണ് ഇവർ റവന്യൂ. ഇവരൊരു B2B ബിസിനസ്സാണ്. ഇവരുടെ ഇന്ത്യയിലാണെന്നെങ്കിലും ഇവർക്ക് ലണ്ടനിലും ഒരു ഓഫീസുണ്ട്, കുറച്ച് ഗ്ലോബൽ പ്രസൻസും അവരുണ്ട്. ഇവർക്കൊരു നല്ലൊരു ടെക്നോളജി പ്ലാറ്റ്ഫോം ഉണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ പ്രയോജനം. പിന്നെ ഇത് മാത്രമല്ല, ഇവർ ഈ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുന്ന ആപ്ലിക്കേഷനൊക്കെ വെറ്റ് ചെയ്ത് അതിൻ്റെ വാലിഡിറ്റി എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് ഇവരുടെ ടെക്നോളജി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇവർ യൂണിവേഴ്സിറ്റിക്ക് സപ്ലൈ ചെയ്യണമെന്ന്. അതായത് ദിസ് കമ്പനി ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് എന്നാണ്. ഈ കമ്പനി 80-ൽ പരം രാജ്യങ്ങളിലുണ്ട്. അവിടെ നിന്നാണ് ഈ ആപ്ലിക്കേഷൻസ് സോഴ്സ് ചെയ്യണത്. ഏതാണ്ട് 13,500 രജിസ്ട്രേഡ് ആയിട്ടുള്ള ഏജൻസ് ഇവർക്ക് വേൾഡ് വൈഡ് ഉണ്ട്. അതായത് 250 ഗ്ലോബൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. ഏതാണ്ട് ഇതുവരെ 9.2 ലാക്ക് വിസാസ് ഇവർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 366 എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഞാൻ നോക്കുമ്പോൾ കവൻട്രി യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ ഉണ്ട്, നോട്ടിംഗ്ഹാം ട്രെൻറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. ഇവർ 2021 വെറും 32,475 പേരെ വിസ പ്രോസസ്സ് ചെയ്തിട്ടുള്ളെങ്കിൽ 2025 ആകുമ്പോൾ 2,75,000 വിസ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യൻസ് ആണ് ഏതാണ്ട് 85,000, ആഫ്രിക്കൻസ് ഏതാണ്ട് 23,000, ബാക്കിയെല്ലാം കൂടെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരും. ഡിസംബർ, ജാനുവരി എന്ന് പറയുന്നതാണ് അവർ ഏറ്റവും ബെസ്റ്റ് ക്വാർട്ടർ. ഇനി വരാൻ പോണ ക്വാർട്ടറും അതിൻ്റെ അടുത്ത ക്വാർട്ടറുമാണ് ഏറ്റവും വലിയ ക്വാർട്ടറായിട്ട് വരുന്നത്. ഈ കമ്പനിയുടെ പേര്
ക്രിസാക്ക് എന്നാണ്, CRIZAC ലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ കമ്പനി. ഇവരുടെ സെയിൽസ് കഴിഞ്ഞ കൊല്ലം 849 crores ആയിരുന്നു, പാറ്റ് 152 crores ആയിരുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 25%, ROE 36%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 47.9%, EPS 8.7%, PE 28 ടൈംസിലാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 5100 കോടി. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ എസ്റ്റർഡേസ് ക്ലോസിംഗ് 295 രൂപയാണ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. ഈ ബിസിനസ് പരിചയപ്പെടുത്താൻ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞാനോ നിഖിലോ ഞങ്ങളുടെ റിലേറ്റീവ്സോ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഓവർ ടു യു നിഖിൽ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷനിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നാളെ ഓപ്പണിംഗ് അവേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.